ശ്രീ രജനി സുണ്ണിത്താൻ, നിയമപരമായി ചട്ടങ്ങൾ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ചട്ടങ്ങൾ രൂപപ്പെടുത്താത്തൊരു സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിലേക്ക് ഇടപെടാൻ ഇത്തരം പ്രതിസന്ധികൾ മാത്രം മുന്നിൽ കണ്ടല്ല, ഇനി ഇതിന് സമാനമായ രീതിയിൽ പ്രതിസന്ധികൾ ഉള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇടപെടാൻ സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്തെത്തുകയാണ്. ഇപ്പോൾ ബിന്ദുകൃഷ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടപെടും, നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. നോക്കൂ അജിംഷാദെ, നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ ഞെട്ടലോടെയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ്ഗങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളും ആ വാർത്തയെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ലേബർ കോഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലേക്ക്, മുതലാളിമാരെ സഹായിക്കുന്ന രീതി, തൊഴിലാളികളെ വെറും അടിമകളായി കാണുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് എന്ന് നമ്മൾ മുമ്പും വേദികളിൽ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കോഡ് എന്ന് പറയുന്ന വാക്കുപോലും അതൊരു അട്ടിമറിയുടെ നീക്കമായി നമുക്ക് കാണേണ്ടി വരും. കാരണം നിയമത്തെ കോഡായി മാറ്റിക്കൊണ്ട് ഏതാണ്ട് 29ഓളം വരുന്ന ലേബർ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അത് 4 കോഡുകളായി മാറ്റി ആ കോഡുകൾ എത്രത്തോളം തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ലോകസഭയിലും രാജ്യസഭയിലുമൊക്കെ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എംപിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും വളരെ പ്രക്ഷോഭങ്ങൾ INTUC-യും CITU-നെ പോലെയൊക്കെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ തൊഴിലാളി സംഘടനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സംഘപരിവാർ തീവ്രതയുള്ള ഒരു ഗവൺമെൻറ്റിന് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന്, മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത തൊഴിലാളി വിരുദ്ധ ഒരു സമീപനമാണ് ലേബർ കോഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉള്ള നടപടികളുമായി ഇപ്പം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് അതുമായി ബന്ധപ്പെടുകയും ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച CITU പ്രതിനിധി പറഞ്ഞ പോലെ അവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ, നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ പറയുന്ന 800ഓളം പറയുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ച് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നടക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുവാനാണ് ഇന്ന് കേരള സർക്കാർ നിൽക്കുന്നത്. അതായത് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഈ ഏതാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രീതിയിലേക്ക് തൊഴിലാളികളെ തള്ളിവിടുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ലേബർ കോഡിനകത്ത് പോലും പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ആദ്യം 100 പേരെ ഉള്ള ആളുകളെ പിരിച്ചുവിടാൻ പറ്റും, ഇപ്പം 300 പേരെ ഉള്ള ആളുകളെ വരെ പിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലേക്ക് അയക്കുന്നു. ഇപ്പോൾ പക്ഷേ ഈ കമ്പനി ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 800 പേരോളം വരുന്ന ആളുകളെ പിരിച്ചുവിടുന്ന രീതിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെപ്പോലും ലേബർ കോഡിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇത്രയും വലിയ രീതിയിലേക്കുള്ളൊരു സംവിധാനമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു കോർപ്പറേറ്റ് മുതലാളിമാർ, ആ കമ്പനി അങ്ങനെ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സപ്പോർട്ടായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ സർക്കാർ നടപടികൾ എന്ന രീതിയിലേക്ക് ചർച്ച ആദ്യമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ലേബർ ഇൻസ്പെക്ടർമാരെ പോലും പവറില്ലാത്ത രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ലേബർ ഇൻസ്പെക്ടർമാർ പോലും ക്യാപിറ്റലിനെ ഫെസിലിറ്റേറ്റർ ആകുന്ന തരത്തിലേക്കാണ് ഈ കോഡിൽ വ്യവസ്ഥകളുള്ളത്. അതെ, ഉപദേശകൻ. അതെ, ഉപദേശകൻ എന്ന രീതിയിലേക്ക്, അതായത് ചർച്ചകൾ നടത്താനും കാര്യങ്ങൾ പറയുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ പോലും അധികാരം പുറമോട്ട് വലിക്കുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ തൊഴിലാളികൾ, അത് ഏത് തരത്തിലുള്ള IT തൊഴിലാളികളായിക്കോട്ടെ, തോട്ടം തൊഴിലാളികളായിക്കോട്ടെ, സാധാരണക്കാരായ എല്ലാ തൊഴിലാളികളെയും ബാധിക്കുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡ് എന്ന് പറയുന്ന സംവിധാനം വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാ തൊഴിലാളികൾക്കും അവർക്ക് അവരുടെ അവകാശങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു രീതി കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ട് നടപ്പിലാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ലേബർ കോഡ് ഈ BJP ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആയിക്കോട്ടെ, മിനിമം വേജസ് ആക്ട് ആയിക്കോട്ടെ, ബോണസ് ആക്ട് ആയിക്കോട്ടെ, ഈക്വൽ റിക്രൂട്ട്മെൻറ്റ് ആക്ട് ആയിക്കോട്ടെ, എല്ലാത്തിനെയും അട്ടിമറിച്ചു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇന്നും നാളെയും തീരാൻ പറ്റാത്ത രീതിയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു
കോഡായിട്ട് ഈ ലേബർ കോഡിനെ മാറ്റിയെടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പക്ഷേ പോകുന്നത്. ഇത്തരം സാധ്യതകളൊക്കെ അതിജീവിക്കാൻ മുൻ സർക്കാർ പിണറായി വിജയൻ സർക്കാർ, ജോലി ഇടതുപക്ഷ സമയ സർക്കാർ ഈ ഗോപാൽ ഗൗഡ കമ്മീഷനെയൊക്കെ വെച്ച് അതിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ അതിജീവിക്കാനുള്ള സാധ്യതകൾ തേടി. പക്ഷേ ഇപ്പോൾ അത് അത്തരം നീക്കങ്ങൾക്ക് സാധ്യതകളുണ്ടോ? ഏതൊക്കെ തരത്തിലായിരിക്കും നിങ്ങളുടെ പ്രതിരോധിക്കാനുള്ള ആസൂത്രണങ്ങൾ ഈ വിഷയത്തിൽ? അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഈ ലേബർ കോഡിനെ പോലും, ലേബർ കോഡ് എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധതയാണെങ്കിൽ പോലും അതിനെ പോലും അട്ടിമറിക്കുന്ന രീതി, അതായത് 300 തൊഴിലാളികളുള്ള സ്ഥാപനത്തെ പെട്ടെന്ന് ആ സ്ഥാപനം നിർത്തലാക്കുന്ന രീതിയിലേക്കാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 800 തൊഴിലാളികളോളം വരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലാളികൾ ഒരു സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ സർക്കാർ പോലും അറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം വലിയ നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ കമ്പനിയുമായി ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാളെ തന്നെ, അതായത് അടുത്ത ദിവസം തന്നെ കേരളത്തിൻ്റെ ഈ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഓഫീസർമാരുമായിട്ട് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ നിന്നും അറിയാമല്ലോ അവരുടെ എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത്. എന്തായാലും തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ് സർക്കാർ സംവിധാനമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് എങ്ങനെയൊക്കെ നീതി ലഭിക്കാമോ ആ രീതിയിൽ തന്നെ പോകുവാനാണ് ഈ സർക്കാർ യഥാർത്ഥമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം.